യെസ് ശ്രീ ഹരിദാസ്, ഇപ്പോൾ അഡ്വക്കേറ്റ് അനിൽ നിരത്തിയ ചില വാദങ്ങൾ അതുകൂടി വന്നതോടുകൂടി എനിക്ക് തോന്നുന്നു കുറെ കൂടി ഇതിൽ കൃത്യമായിട്ടുള്ള ചിത്രം വന്നിരിക്കുന്നു, കുറെ കൂടി തെളിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ താങ്കളുടെ നിരീക്ഷണം? ശ്രീ അനിലിൻ്റെ നമ്മൾ പറയില്ലേ, അത്രയും ഭംഗിയായിട്ട് ഒരു കുടുംബാംഗം എന്ന നിലയിൽ ഈ മരണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അവതരണം കേട്ടിട്ട് സത്യത്തിൽ പറഞ്ഞാൽ സ്തബ്ധനായിട്ടിരിക്കുകയാണ് ഞാൻ. പക്ഷേ നമുക്ക് അദ്ദേഹം പറഞ്ഞിടത്തേക്കും അദ്ദേഹം ആ കുടുംബത്തിന് കിട്ടേണ്ട നീതിയിലേക്കും കാര്യങ്ങൾ പോകുമോ എന്നുള്ള ആശങ്ക ഞാൻ എൻ്റെ ആദ്യ ഭാഗത്ത് ഞാൻ പറഞ്ഞു. ഇന്നലെ ഹൈക്കോടതിയുടെ കുറച്ച് ചോദ്യങ്ങളിൽ അങ്ങേയറ്റം ആശങ്കാകുലരായിരിക്കുകയാണ് കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ. കാരണം ഇത് ഈ SITയുടെ അന്വേഷണ പരിധിയിൽ ഈ കേസിനെ തളച്ചിടാൻ വേണ്ടുന്ന എല്ലാവിധ കാര്യങ്ങളും ചെയ്യാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ അരയും തലയും മുറുക്കിയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കേസ് മറ്റൊരു ഏജൻസിയിലേക്ക് എത്തുമോ എന്നുള്ള ആശങ്ക എനിക്കുണ്ട്. ആ ആശങ്കയുടെ പ്രധാന കാരണം കേരളം കണ്ട ഏറ്റവും ക്രൂരമായ കൊലപാതകമാണ് എക്കാലത്തും ഞാൻ പറയും. അതായത് TP ചന്ദ്രശേഖരൻ്റെ വധം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊല്ലാം, പക്ഷേ ആ ശവത്തിനോട് പോലും വീണ്ടും വീണ്ടും വെട്ടി വികൃതമാക്കപ്പെട്ട ഒരു കൊലപാതകമാണ് TP ചന്ദ്രശേഖരൻ്റെ. അപ്പോൾ ആ കുടുംബത്തിൻ്റെ അങ്ങേയറ്റം മനസ്താപകരമായ ഒരു ജീവിത സാഹചര്യം നിലനിൽക്കുന്നു എന്ന് പോലും നോക്കാതെ ഇപ്പോൾ കേരളം ഭരിക്കുന്നവരിൽ ആ സ്ത്രീക്ക് ആസ്ഥാന വിധവ എന്ന് പേര് ചാർത്തപ്പെട്ട ഒരു പാർട്ടിയും ആ പാർട്ടിയുടെ നേതാക്കളും അടങ്ങുന്ന ഒരു ഭരണം നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ SIT എന്ന് പറയുന്നവരെ അന്വേഷണമല്ല നടത്തിയിരിക്കുന്നത്. ശ്രീ അനിൽ നമ്പ്യാർ തെളിവുകൾ തേച്ചുമാച്ച് കളയുകയാണ്. കാരണം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ട് ഇതിലൊരു ദിവ്യയാണ് നിലനിർത്തിയിരിക്കുന്നത്. ആ ദിവ്യ ഒരു കാരണവശാലും ഒരു ദിവസം പോലും ഇനി ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് CPM എന്ന് പറയുന്ന പാർട്ടിക്ക് അങ്ങേയറ്റം മാനക്കേടാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ CBI അല്ല, ഇനി ഏത് അന്വേഷണ ഏജൻസി വന്നു കഴിഞ്ഞാലും ഒരു തെളിവുകളും കിട്ടാൻ പോകുന്നില്ല. എല്ലാ തെളിവുകളും തേച്ചുമാച്ച് കളഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കോടതിയുടെ ഇന്നലത്തെ ചോദ്യങ്ങളും കൂടി ആയപ്പോൾ എന്താണ് നമ്മളിപ്പോഴുള്ളവർക്കുള്ള ആശങ്ക? കാരണം ഇവിടെ സത്യസന്ധനായ നവീൻ ബാബുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഞാൻ ആദ്യത്തെ ജനത്തിൻ്റെ ഈ മരണം നടന്നതിൻ്റെ പിറ്റേ ദിവസം നടന്നിട്ടുള്ള ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പെൻസെറ്റ് സമ്മാനമായിട്ട് ഗൾഫിൽ നിന്ന് വന്ന് നടക്കില്ലെന്ന് വിചാരിച്ച ഒരു കാര്യം വളരെയധികം കളക്ടറേറ്റുകൾ ADMൻ്റെ ഓഫീസൊക്കെ നടത്തി കൊടുക്കാത്ത കാര്യത്തിൻ്റെ ഒരു പ്രശ്നത്തിൽ യഥാർത്ഥത്തിലുള്ള വസ്തുത എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിലാണെന്ന് അറിഞ്ഞിട്ട് ഒരു മണിക്കൂർ കൊണ്ട് ആ കാര്യം സാധിച്ചു കൊടുത്തതിന് പിറ്റത്തെ വരവിനെ ഒരു പെൻസെറ്റ് സമ്മാനമായി കൊടുത്തത് കയ്യിലെടുത്ത് താലോലിച്ചുകൊണ്ട് അദ്ദേഹം പോകുമ്പോൾ തിരിച്ച് അദ്ദേഹത്തെ ഏൽപ്പിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. കാരണം ഇദ്ദേഹത്തിൻ്റെ മരണം നടന്ന അന്ന് അദ്ദേഹം എന്നെ ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഹരിദാസെ ഓർമ്മയില്ലേ ഞാനിത് പറഞ്ഞത്. അപ്പോൾ അത്രയും സത്യസന്ധനായ ഒരു മനുഷ്യനെ ഇത്തരത്തിൽ നമ്മൾ ഈ നോക്കൂ, ഇതിലിപ്പോൾ പ്രതിസ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്ന ദിവ്യ എന്ന് പറയുന്ന മഹത് വനിത ഒരു വീഡിയോ ഫോട്ടോഗ്രാഫറുമായിട്ട് അവിടെ ആ ചടങ്ങിലേക്ക് വരുന്നിടത്തു നിന്ന് തുടങ്ങുന്ന ദുരൂഹത ഇപ്പോൾ ഇവിടെ നിരത്തപ്പെട്ട ഒരുപാട് കാര്യങ്ങളുടെ ദുരൂഹതയുമായി ചേർത്തിണക്കി വായിക്കുമ്പോൾ നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യനെ കൊന്നതായാലും അദ്ദേഹത്തിനെ കൊണ്ട് ആത്മഹത്യ ചെയ്യിച്ചതായാലും ഞാനതിനെ ഇങ്ങനെയാണ് പറയുന്നത്, കൊലപാതകത്തേക്കാൾ ക്രൂരമായി തേജോവധം ചെയ്തിട്ട് അദ്ദേഹത്തെ ആത്മഹത്യ ചെയ്യിച്ചതായാലും രണ്ടാണെങ്കിലും അവിടുത്തെ പ്രതിസ്ഥാനത്ത് നിന്ന് ഇന്ന് നിൽക്കുന്ന ദിവ്യയ്ക്ക് പോറലേൽപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ പോലീസിൻ്റെ ഒരു പടയെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ. അത്തരമൊരു സാഹചര്യത്തിൽ ഈ കേസിൻ്റെ മുൻപോട്ട് പോക്കിൽ നമുക്ക് അങ്ങേയറ്റം ആശങ്കയുണ്ട്. കാരണം മരിച്ചിരിക്കുന്നത് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണെന്നുള്ളത് മറ്റേ അനിൽ നമ്പ്യാർ ഞാൻ നിർത്താൻ വേണ്ടിയിട്ടാണെന്നെങ്കിൽ ഞാൻ നിർത്താം, മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ളൊരു നമ്മുടെ മജിസ്ട്രേറ്റ് പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്തരത്തിലൊരു മരണത്തെ നേരിടേണ്ടി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെ നിസ്സംഗതയും അതുപോലെ തന്നെ ഈ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യവും കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങേയറ്റം അലോസരമുണ്ടാക്കുന്നു. നമ്മുടെയൊക്കെ ഭാവി എന്താണ് എന്നുള്ള കാര്യത്തിൽ എല്ലാ നികുതിദായകർക്കും ആശങ്കയുളവാക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ അന്വേഷണം മുൻപോട്ട് പോകുന്നത്. ആ കുടുംബത്തിന് നീതി ലഭിക്കട്ടെ എന്നുള്ളത് നമുക്ക് പ്രകൃതിയോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അപ്പുറം ഇപ്പം നിലവിലെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത് പരമോന്നത നീതിപീഠത്തിൻ്റെ മുമ്പിലിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ വിധി വരിക എന്ന് വരയ്ക്ക് നമുക്ക് കാത്തിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്.